എറണാകുളം ഇടപ്പള്ളി പോണേക്കരയിൽ കുട്ടികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ട്വിസ്റ്റ്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായിട്ടില്ലെന്നും മിഠായി കൊടുത്തപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിച്ചതാണെന്നും പോലീസ് പറയുന്നു. ഇപ്പോൾ അവരെ വിളിച്ച് അവരുടെ വണ്ടിയെ ട്രേസ് ചെയ്ത് അവരെ ഹോട്ടലിൽ നിന്ന് അവരെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ കുട്ടികളെ കണ്ടാൽ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. എങ്ങനെ കൊടുക്കുന്നുള്ളതല്ല, മറ്റ് സംശയങ്ങളൊന്നുമില്ല. അത് അമ്മയെ വിളിച്ച് വരുത്തി അമ്മയും കുട്ടിയും ബോധ്യപ്പെടുത്തു. അവർക്ക് വേറെ പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു വിടും. പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് കുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. ഇല്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഇങ്ങനെയൊന്നും ആവർത്തിക്കാണ്ടിരുന്നാൽ മതി. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടി, ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. അങ്ങനെയൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതിപ്പം വേറെ നാട്ടാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ലാംഗ്വേജ് ഒന്നും മനസ്സിലാവണില്ല. അവർ വേറെ ഏതോ നാട്ടുകാരൊക്കെയാണ്, സംസാരിക്കാൻ പറ്റണില്ല. പേടിച്ചു പോയാ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളുടെ അടുത്ത്, ന്യൂസൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അത് വെച്ചിട്ടൊക്കെ അവരും ടെൻഷൻ ആവുമല്ലോ, അവർ വേറൊരു രൂപമൊക്കെ ഉള്ള ആൾക്കാരാണ്. കേരളം കാണാനെത്തിയ ഒമാൻ സ്വദേശികളായ കുടുംബത്തെ പോലീസ് ഉടൻ വിട്ടയക്കും. കൊച്ചിയിൽ നിന്ന് സൈഫുന്നിസ അലിയാർ ചേരുന്നുണ്ട്. സൈഫുന്നിസ, കുടുംബം തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണല്ലേ അവസാനം എത്തുന്നത്? എന്താണ് കുടുംബവും പോലീസും ഒക്കെ പറയുന്നതിലെ കൂടുതൽ വിശദാംശങ്ങൾ? ഒമാൻ സ്വദേശികളായ ഹുസൈനും കുടുംബവും 10 ദിവസം മുൻപാണ് കൊച്ചിയിലേക്ക് എത്തിയത്. ഇവർ കേരളം കാണാനെത്തിയതായിരുന്നു. ഹുസൈനും ഭാര്യയും മകളുമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. 7 വയസ്സുള്ളൊരു മകളാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവുകയും കാറിൽ ഡ്രൈവറും ഉണ്ടായിരുന്നു. കാറിലിരുന്ന ഹുസൈൻ്റെ ഭാര്യയാണ് ഈ കുട്ടികൾക്ക്, ഈ 5ഉം 6ഉം വയസ്സുള്ള പോണേക്കര സ്വദേശികളായ കുട്ടികൾക്ക് മിഠായി നൽകിയത്. ഇളയ കുട്ടി മിഠായി വാങ്ങുകയും പക്ഷേ മൂത്ത കുട്ടി മിഠായി വേണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവർ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇവർ വീഡിയോ എടുത്തുകൊണ്ടാണ്, ഇവർ റീൽസ് ഒക്കെ എടുക്കുന്ന ആളുകളാണ്, അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മിഠായി നൽകുകയും ചെയ്തത്. പക്ഷേ മിഠായി കൊടുത്ത ശേഷം ഈ കുട്ടികൾ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. കയ്യിൽ പിടിച്ചുവെന്നും കുട്ടികൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് എളമക്കര പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്നാണ് ഈ ഒമാൻ സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് മിഠായി കൊടുത്തതാണ്. ഇവരുടെ നാട്ടിൽ ഇവർ എപ്പോഴും കുട്ടികൾക്ക് മിഠായി കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുത്തതാണ്. പക്ഷേ ഇത് കേരളത്തിൽ ആ രീതിയിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാകും എന്നൊന്നും ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇരു കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി. ഈ കുടുംബം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടികളെയും അമ്മയെയും വിളിച്ചു വരുത്തി. കുട്ടികൾ ഇവരെ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് കുട്ടികളോട് ഇവർ പറയുകയും അമ്മയോടും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിച്ച് ഇരു കൂട്ടരെയും വിട്ടയച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ കുടുംബം ഒമാനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും.